അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ ആദ്യഘട്ടം മുതലേ അവിടെ JCB ഇട്ട് ഇത് പിടിപ്പത് പണികൾ കാട്ടിക്കൂട്ടി. ഏറ്റവും അവസാനം ഒരു പെൺകുട്ടി വന്നിന്ന് പറയുന്നു, എൻ്റെ അമ്മയെ കാണാനില്ല, അമ്മ രാവിലെ കുളിക്കാനായിട്ട് ഇറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇവരിറങ്ങി വന്ന് കാര്യമായി നോക്കിയത്. അപ്പോൾ എടുക്കുമ്പോഴും അവർക്ക് ജീവനുണ്ട്. അവർ ജീവന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു 2.5 മണിക്കൂർ. തുടർന്ന് അവരെ എമർജൻസി വാർഡിലേക്ക് കയറ്റിയ ശേഷമാണ് അവരുടെ മരണം ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഒരു സർക്കാർ സ്വീകരിക്കേണ്ട നടപടിയല്ല ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവിടെ പുതിയൊരു കെട്ടിടം പണിയുന്നുണ്ട്, പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അതിനാരാണ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കൊടുക്കുന്ന ആരെങ്കിലും പോയി ചോദിക്കേണ്ടി വരും. കാരണം അതിനുള്ളിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ അവരും ഈ ആരോഗ്യവകുപ്പ് PWDയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് നിർമ്മിച്ച കെട്ടിടം അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യേണ്ട ആവശ്യം PWDക്കില്ല എന്നാണ് PWD പൊതുവായി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പാണെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ ക്യാബിനറ്റിൽ ഈ വിഷയം വന്നതാണ്. ഇവർ 2 കൂട്ടരും തമ്മിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്ന് തമ്മിലടിക്കുന്ന വിഷയം ക്യാബിനറ്റിൽ വന്നിരുന്നു.